ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ജസ് വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ വഴി നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടി. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഇന്നത്തെ വീഡിയോ ഒരു ബ്ലീച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ഫേസിലിടാൻ പറ്റിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബ്ലീച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇതിനെ പറ്റിയിട്ട് ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമുക്ക് ഈ ഫാമിലിയിൽ നിങ്ങൾക്ക് ആഡാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ, റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിലെത്തും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ടോ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പൊട്ടാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ജ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പൊട്ടാറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തതാണ് ഈ പൊട്ടാറ്റോ ജ്യൂസ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തൊഴിക്കുകയാണ്. അപ്പോൾ ലെമൺ നമ്മൾ നോർമലി ബ്ലീച്ചൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കുറച്ചൊന്ന് നീറുന്ന പോലെ തോന്നും ഫേസ്. അപ്പോൾ ഈ ഒരു ബ്ലീച്ച് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ബ്ലീച്ചിൽ നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നീറുന്ന പോലെ ഫീൽ ചെയ്യും. ഇനി ലെമൺ ഇറിറ്റേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇച്ചിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ലെമൺ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കേർഡാണ് എടുത്തിരിക്കുന്നത്, കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ലെമണും കേർഡും ഒരുമിച്ച് യൂസ് ചെയ്യണമെന്നില്ല. ഒന്നേ കേർഡ് ലെമൺ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ആയവർക്ക് കേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ രണ്ടും ഉള്ളതുകൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് ബ്ലീച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഫേസിൽ. ഓക്കെ, നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അതിനുവേണ്ടി നമുക്കൊരു ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആയുറിൻ്റെ ഹെർബൽ ഡീപ്പ് പോർ ക്ലെൻസിങ് മിൽക്കാണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മൾ ഈ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകത്തില്ല, അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് ആയുറിൻ്റെ ഹെർബലിൻ്റെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്ട്സും എനിക്ക് തോന്നിയിട്ടില്ല. ബെറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മസാജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, വാഷ് ചെയ്തു. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ബ്ലീച്ച് അപ്ലൈ ചെയ്യാം. ബ്ലീച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കാരണം 10 മിനിറ്റായി നമ്മൾ എടുത്ത് വെച്ചിട്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലീച്ചിൽ ആദ്യം പൊട്ടറ്റോ ജ്യൂസ്, പിന്നെ കടലമാവ്, ലെമൺ, കേർഡ്, ഇത്രയും സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൊട്ടറ്റോ ജ്യൂസ് വന്നിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് മാറ്റും, റിങ്കിൾസ് മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും പഫിനെസ് ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്കൊരു മോയ്സ്ചർ സ്കിൻ തരാൻ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് സഹായിക്കും. പൊട്ടറ്റോ സ്കിന്നിന് വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് കടലമാവ് എന്തിനൊക്കെ ഉള്ളതാണെന്ന് നോക്കാം. അതിന് ഡെഡ് സ്കിൻ ഒരു ലെയർ, നമുക്ക് നമ്മുടെ ഫേസിൽ ഫസ്റ്റ് ലെയർ ഡെഡ് സ്കിൻ ആയിരിക്കും, അതിനെ റിമൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സൈഡ് എഫക്ട്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ലെമൺ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ വിറ്റാമിൻ C കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡാമേജ് സ്കിൻ, അതായത് സ്കിൻ ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ കേർഡ് പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു ബ്ലീച്ച് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം ഇടാൻ നോക്കുക. കാരണം നമുക്ക് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്ന തരത്തിലായിരിക്കും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ ഇട്ടേക്കാം. അധികം നേരം ഡ്രൈ ആക്കാൻ വിടണ്ട, കാരണം നമുക്ക് ചുളിവ് വീഴാൻ സാധ്യതയുണ്ട് ഫേസിൽ. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ ഒരു ബ്ലീച്ച് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോലിയേഷൻ നടക്കും. കാരണം അതിന് തരി പോലത്തെ നമ്മൾ ആ ഒരു പൗഡർ അല്ലെങ്കിൽ കടലമാവ് എടുക്കുമ്പോൾ തന്നെ കുഞ്ഞു തരി പോലെ കിടക്കും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എക്സ്ഫോലിയേഷൻ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹോം മെയ്ഡ് ബ്ലീച്ച് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എപ്പോഴൊന്നും ചെയ്യേണ്ട, ഒരു 2 വീക്കിൽ ഒറ്റ തവണയൊക്കെ ചെയ്താൽ മതി. അതായത് നമുക്ക് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ സൺടാനൊക്കെ ഏറ്റിട്ടുണ്ട് എന്ന് തോന്നണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ഗ്ലോ തരും അത്. കാരണം നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ തരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എൻ്റെ റിസൾട്ട് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.